ചിട്ടിയില്ല, എനിക്ക് നറുക്ക് വീണില്ലടി. എങ്ങനെ എന്റെ ലോൺ അടക്കും? നീ ഭയങ്കര തള്ളിയിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. നിന്റെ ആ ചിട്ടിക്കാരൻ എല്ലാ നറുക്കിലും നിന്റെ പേരിനിടും, എന്നിട്ട് അതെന്നെ നറുക്കെടുക്കുന്ന പറഞ്ഞാണല്ലോ. അയ്യോ അതൊക്കെ ചെയ്തെന്നേ, പക്ഷെ ക്ലൈമാക്സ് പൊളിഞ്ഞു പോയിടി. അതെങ്ങനെ? എടി എന്റെ ഭർത്താവ് ഗിരിജൻ ചേട്ടന്റെ പേരിലായിരുന്നല്ലോ ഈ ചിട്ടി. അപ്പൊ ചിട്ടിക്കാരൻ എല്ലാ പേപ്പറിലും ഗിരിജൻ 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 എന്ന് എഴുതിയിട്ട്, പക്ഷെ ഒരു പേപ്പറിൽ മാത്രം ഗിരിജന്റെ ഇന്നിടാൻ മറന്നുപോയിടി. അയ്യോടി ഇന്നേ. എന്റെ കഷ്ടകാലത്തിനാണെങ്കിൽ ആ പേപ്പർ തന്നെ നറുക്കും കിട്ടി. അപ്പുറത്തെ വീട്ടിലെ ഗിരിജ ചേച്ചി ആ ചിട്ടിയും കൊണ്ട് പോയിടി. സ്വർണ്ണലത, നീ കരയല്ലേ എന്റെ സ്വർണ്ണലത? നീ ഇപ്പൊ വിളിച്ചില്ലേ സ്വർണ്ണലതെന്ന്? എടിയ പേരില് മാത്രമുള്ളൂടി എനിക്ക് സ്വർണം. എന്റെ ശരീരത്തൊരു തുണ്ട് സ്വർണം പോലുമില്ല. നിനക്കറിയോ? നിനക്ക് അറിയാലോ, ഈ ചിട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ലോൺ എടുക്കാനാ? എന്റെ വീട് പോകും ദൈവമേ. നീ കരയല്ലേ ദൈവമേ, കരയല്ലേ. എന്തെങ്കിലും ഒരു വഴി ദൈവമായിട്ട് നിന്റെ കണ്ണിൽ കാണിച്ചു തരൂടി. ജ്യോതി, നീ പറഞ്ഞ ശരിയാ, ദൈവം എന്റെ കണ്ണിൽ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. അതെ, നിനക്ക് എന്തൊരു ഭാഗ്യം എന്റെ ജ്യോതി. ഇത്രയും വലിയ മാലയൊക്കെ ഇട്ട് ജീവിക്കാനുള്ള യോഗം വേണം പെണ്ണായ. അതെ, എന്റെ ചേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാടി, സർപ്രൈസ് ആയിട്ട്. ബർത്ത്ഡേക്ക് ഇത്രയും വലിയ മാലയോ? ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹ. വീട്ടിലുണ്ട് ഒരു കെട്ടിയോ. ഇത് എത്ര പവനുണ്ടടി? ഞാൻ ചേട്ടനോട് ഇത് എത്ര പവനുണ്ട് ചേട്ടാന്ന് വെച്ചപ്പോ ചേട്ടൻ പറഞ്ഞു, എന്റെ സ്നേഹത്തിന് നീ തൂക്കം നോക്കുന്നോടിന്ന്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നെ ഭയങ്കര ഇഷ്ടാടി ചേട്ടന്. ആണല്ലേ? അയ്യോ, ഇതിന്റെ കുളത്തോടെ നോക്കട്ടെ. ചേട്ടന് ഇതെന്താ പറഞ്ഞെന്നറിയോ? ഇതൊരിക്കലും എന്റെ കഴുത്ത് നൂരരുത്, എപ്പോഴും എന്റെ കഴുത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കി ഇതുപോലത്തെ ഒരു മാല എന്റെ ജന്മത്തിട്ടിട്ടില്ല. നല്ല തൂക്കം കൊണ്ടിട്ടാ. ഇത് പണയം വെച്ചാ ഒരു 1,00,000 രൂപ ഉറപ്പാ. 1,00,000 മേലെ കിട്ടും. ആണോ? നോക്കട്ടെ, ഇതിന് പണി നോക്കട്ടെ. ഈശ്വരാ, പണി നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ അല്ല എന്റെ ചോദ്യം, നീ ഇടല്ലേ, ഞാൻ നോക്കട്ടെ. അയ്യോ, അല്ല അത് അല്ല, ഡിസൈൻ നല്ലതാ. ഞാൻ അത് ഇട്ടിട്ട് ബാക്കി പറയാം നമുക്ക്. എടി നീ ഇടല്ലേ, ഞാൻ തരാം. എടി അതല്ല, തന്നേടി. ചേട്ടൻ എന്നെ പറഞ്ഞ വഴക്ക് പറയും. അതിന് ചേട്ടൻ അറിയാണ്ടിരുന്നാ പോരെ? അറിയാണ്ടിരിക്കാനാ? ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇത് എടുപ്പിച്ചു തരില്ലേ? ഒരു മാസം? നീ എന്താണ് കളിക്കാണ്ട് മാല തന്നേക്കോട്ട്? എന്റെ ജ്യോതി, സമ്മതിച്ചു. നിന്റെ മുഖം കണ്ടാലോ. കളിക്കല്ലേ മാല വന്ന ചേട്ടനെ വഴക്ക് ചുമ്മാ മാല അറിയാൻ കൂടെ. എടി നിർത്തിയേ, നിർത്തിയേ. എന്താണ്? നിന്നെ ഇപ്പഴാ ഞാനൊന്ന് ശരിക്കും നോക്കിയേ. എന്താ? നീ ഈ മാല ഇടാത്തപ്പോഴാ എന്റെ ജ്യോതി മോളെ സുന്ദരി. ഇങ്ങോട്ട് തിരിഞ്ഞേ. മഞ്ജു വാര്യർ. ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. കാവ്യ മാധവൻ. ദൈവമേ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു.